ഹായ്ഡ മക്കളെ, ശ്രീലക്ഷ്മി മിസ് ആണ്. വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. ഇന്നിപ്പോ ഫസൽ സാറും ഞാനും ഇവിടെ ഇരിക്കാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങളെ കണ്ട് കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറയാനും വേണ്ടിയിട്ടാണ്, അല്ലേ മാഷേ? അതെ, നമ്മുടെ NMMSന്റെ റിസൾട്ട് വന്നല്ലോ മിസ്സേ. NMMS എക്സാം മക്കളെല്ലാം അടിച്ചു പൊളിച്ച് വളരെ കഷ്ടപ്പെട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ മക്കളെ എഴുതിയിരിക്കുന്നത്. എന്നാൽ മിസ്സേ, ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അതിന്റെ ഒരു സന്തോഷത്തിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ ആ സ്കോളർഷിപ്പ് കിട്ടുമ്പോഴല്ലേ. പക്ഷെ അതിൽ വേറൊരു വശം കൂടെ ഇല്ലേ? അത്രയും കഷ്ടപ്പെട്ടിട്ട് വളരെ ചുരുങ്ങിയ മാർക്കിന്, ചിലപ്പോ 2 മാർക്ക് 3 മാർക്ക് 5 മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചത്? 5 മാർക്ക് 6 നമ്മളെ പോയത് ഈ കിട്ടിയവർ വളരെ സന്തോഷവാരാണ്, അത് ഉറപ്പാണ്, നമുക്കും ഭയങ്കര ഹാപ്പിനെസ് തന്നെയാണ്. പക്ഷെ അപ്പൊ നമുക്ക് ഈ ചെറിയ മാർക്കിന് അശ്രദ്ധ കാരണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നിർഭാഗ്യവശാലൊക്കെ പോയ ആളുകളുണ്ട്. അപ്പൊ അവരുടെ ഒരു സങ്കടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പങ്കുചേരണം. ഇല്ലെന്നോ? പക്ഷെ ആ സങ്കടം വെച്ച് നമുക്ക് ഇനി ഇരിക്കാൻ പാടുണ്ടോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവരും നമ്മുടെ മക്കൾ തന്നെയാണ്, എല്ലാവരും നമ്മുടെ മക്കളാണ്. എന്നാൽ ഇനി എന്ത് എന്നായിരിക്കും അവരുടെ മനസ്സിൽ. എല്ലാം പോയി, ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ളവരോട് പറയാനുള്ള എന്താ വെച്ചാൽ കഴിഞ്ഞു. അത് വിജയിച്ച് നേടിയവനായാലും അല്ലെങ്കിൽ അത് നിർഭാഗ്യവശാൽ പോയവരാണെങ്കിലും പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 2 മാർക്കിലെ കുറച്ച് മാർക്കിൽ പോയവരോട് സംസാരിക്കാം, അല്ലെ? അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നിന്റെയും അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, LSS കിട്ടിയിട്ടുണ്ടാവും, USS കിട്ടിയിട്ടുണ്ടാവും, എന്റെ മുമ്പത്തിൽ ചെറുതായിട്ടൊന്ന് തെന്നി പോയിട്ടുണ്ട്. പക്ഷെ ഇനി അറിയാലോ, നമുക്ക് SSLC എക്സാമിനേഷൻ വരുന്നു, +1 വരുന്നു, +2 വരുന്നു, അത് കഴിഞ്ഞ് JEE, അതുപോലെ നിഫ്റ്റി, NIFT, അത്രയും കോമ്പറ്റീവ് എക്സാമിനേഷൻ വരും. നമ്മൾ ചാകര എന്നൊക്കെ പറയുന്ന. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ലോകം എന്നുള്ളത് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളാണ്. ഈവൻ നമ്മളുടെ ഇടയിൽ പോലും പല രീതിയിൽ മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. കാഷ്വലായിട്ട് ഞങ്ങൾ പക്ക എന്താ പറയാ, നമ്മൾ മക്കളോട് പറഞ്ഞ കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ പറയാണ്, ഈ ലോകം മത്സരത്തിന്റേതാണ്, മത്സരത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ അവിടെ ഇനി വീണ് പോരുത്. നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് മുന്നേറാനുള്ള ഒരു സ്ട്രെങ്ത്, ഒരു കോൺഫിഡൻസ്, ഒരു നമ്മൾ പറയില്ലേ, ഒരു വാശി നമുക്ക് നേടിയെടുക്കണം. അതെനിക്ക് പറയാനുള്ളത് ഈ തോറ്റുപോയ ആളുകളോടാണ്. ഞങ്ങൾ എല്ലാവരും തോറ്റു പഠിച്ചവരാ. ഈ കഴിഞ്ഞ ഒരു തോൽവിയല്ല, ഇനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, ഇനിയും നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാ നിങ്ങൾ മനസ്സിൽ ആദ്യം ഉറപ്പിച്ച് നിങ്ങളിൽ വിശ്വസിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഇനിയും അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക, അല്ലെ? ഒരുപാട് ചാൻസസ് ഉണ്ട്, മുന്നേറാൻ പറ്റണം. അങ്ങനെ ആ ഒരു നമ്മുടെ പരാജയങ്ങൾ ഒരു ഉത്തേജകമായിട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് ആക്കി മാറ്റി മുന്നേറണം. ഇനി എനിക്ക് പറയാനുള്ളത് നേടിയവരോടാണ്. നേടിയവർക്ക് 48,000 രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടി. ഇനി ലാവിഷാന്ന് വിചാരിച്ചാലും ഇരിക്കണ്ട, ഞാൻ ഈ ലോകം മൊത്തം കീഴടക്കി എന്ന രീതിയിൽ നിൽക്കണ്ട. നിങ്ങൾ ടെൻസിങ്ങും ഹിലാരിയും ആയിട്ടില്ല. ഞാൻ എവറസ്റ്റ് കീഴടക്കിയ സന്തോഷം ഒന്നും ഇതിന് വേണ്ട. നിങ്ങൾ ഇനി ആലോചിക്കേണ്ടത്, ഇനി NMMS കിട്ടി, 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഫുൾ A+ നേടിയിരിക്കണം, +1 +2 ഫുൾ മാർക്ക് നേടിയിരിക്കണം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇനി അവരുടെ ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഇത്രയും നേടിയെടുത്തു, അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ക്വാളിറ്റി അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ പ്രതീക്ഷകൾ വാനോളമായിരിക്കും, അവരുടെ പേരൻസിന്റെ, അവരുടെ സൊസൈറ്റിയുടെ, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ. അപ്പൊ അത് നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. വിജയം ഇങ്ങനെ നിലനിർത്തണം. അപ്പൊ അതിനു വേണ്ടി പ്രയത്നിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ഒരു തോൽവി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് തോൽക്കാനേ പാടില്ല എന്നർത്ഥം. വിട്ടുകൊടുക്കരുത്, ഒന്നും നമ്മൾ വിട്ടുകൊടുക്കരുത്. ചിലപ്പം ചില സ്റ്റേജസിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും, ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിച്ചില്ല എന്ന് വരും. അത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. അത് ആ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ വേണം അടുത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ, കുതിച്ച് വാശിയോട് കൂടെ നമ്മൾ മുന്നേറണം. അപ്പൊ അതാണ് കാര്യം. അപ്പൊ എനിക്ക് ഈ 2 വിഭാഗക്കാരോടും പറയാനുള്ളത്, ഇതിനൊക്കെ നമുക്ക് വേണ്ടത് എക്സ്പേർട്സിന്റെ സഹായമാണ്. അത്രയും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരിയായ രീതിയിൽ അവരെ ശരിയായ രീതിയിൽ ഇങ്ങനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാന് നിങ്ങൾ ഈ റൂട്ട് പോകണം. നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചാൽ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഇപ്പം
കിട്ടാത്ത കുട്ടികളുടെ മനസ്സിലുള്ള ഒരു പ്രശ്നം എന്താ പറയുക, എന്തുകൊണ്ട് കിട്ടിയില്ല, കിട്ടിയില്ല. എവിടെയോ എന്തെങ്കിലും ഒരു ചെറിയൊരു Mistake. ചെറിയൊരു മിസ്സിംഗ് ഉള്ളത് കൊണ്ടല്ലേടാ നിങ്ങൾക്ക് ആ നിലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കാത്തത്. അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഒരു എക്സ്പേർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു നേട്ടം തന്നെയാണ് അല്ലേ മാഷേ? ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു 6 മാസമായുള്ള ഏഗൻ ലോഞ്ച് ചെയ്ത് കഷ്ടി 6 മാസം 6-7 മാസം കുറഞ്ഞ സമയമായുള്ളൂ. അപ്പൊ അതിനിടയിൽ തന്നെ ഒരുപാട് മക്കളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചിട്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ഞങ്ങൾ കൈവിടുന്നില്ല, കൈവിടിയാൻ പാടില്ല. അപ്പൊ കട്ടക കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. അപ്പൊ നമുക്കറിയാം, ഇനിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ലോകത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ ഉയർത്താൻ വേണ്ടി നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കാൻ ഏഗൺ ഉണ്ടായിരിക്കും കൂടെ. അതിപ്പോ NMOS നേടിയ മക്കൾക്ക് 50% സ്കോളർഷിപ്പ് ഉണ്ട് ഏഗണില്. അതുണ്ട് നേടിയ മക്കൾക്ക് നിങ്ങളുടെ എന്താ പറയാ ഗവൺമെന്റ് സ്കോളർഷിപ്പിന്റെ പുറമെ ഏഗന്റെ സ്റ്റുഡന്റ് ആയിട്ട് മാറാൻ ആഗ്രഹമുണ്ട്. ഓഫ്ലൈനിലും ഓൺലൈനിലും നിങ്ങൾക്ക് 50% ഓഫർ ഉണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു 9207100600 അത് നമ്മൾ വിളിച്ചാൽ മതി. അത് മാത്രമല്ല, NMOS കിട്ടാത്ത മക്കൾക്ക് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ പറഞ്ഞു തരും, എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഏഗന്റെ ആപ്പിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് മുന്നോട്ടുള്ള വഴികൾ വെട്ടിത്തെളിക്കാൻ വേണ്ടിയുള്ള ഇനിയുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന എക്സാംസ് എല്ലാം എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് എഴുതാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പേർട്ടുകളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു പോർഷൻ എടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ അതിന്റെ അഡ്വാൻസ് ലെവൽ എന്താണ്, അതിൽ നീറ്റ് എങ്ങനെ പോകും, അല്ലെങ്കിൽ JEE എങ്ങനെ പോകും, അല്ലെങ്കിൽ സിവിൽ സർവീസ് പോകുമല്ലോ കോമ്പറ്റീവ് എക്സാമിനേഷനിൽ അതിന്റെ ബേസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പ്രാപ്തരായ ടീച്ചേഴ്സ് ആണ് നമ്മുടെ കൂടെയുള്ള എല്ലാവരും. അപ്പൊ അവരുടെ ആ ഒരു എനർജി ലെവലിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി, ചില ആളുകളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ചിന്തയുണ്ട്, എന്തിനാണ് നമുക്ക് ആ ഒരു എക്സ്ട്രാ ലെവലിന്റെ നോളജിന്റെ ആവശ്യം, എന്തിനായിരിക്കും അത് എവിടെ എക്സാമിന് മാത്രം മാർക്ക് കിട്ടിയാൽ പോരെ, ഫുൾ മാർക്ക് കിട്ടിയാൽ പോരെ? അങ്ങനെയല്ലടാ, നമ്മുടെ PSC എക്സാം എന്ന് പറയുന്നത് 10ാം ക്ലാസ് നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മുതൽക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സാംസ് എഴുതാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ബേസിക് നോളജ് ആണ്. ഇപ്പൊ എല്ലാവരും PSC എക്സാമിന്റെ പുറകെയാണ് സത്യം പറഞ്ഞാൽ. അതുപോലെ നീറ്റ് എക്സാമിനേഷൻ സത്യം പറയുകയാണെങ്കിൽ അതിന്റെ ഒരു സീരീസ് ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൂ. കീം എഴുതുകയാണെങ്കിൽ JEE CUT എഴുതുകയാണെങ്കിൽ അതിന്റെയൊക്കെ ബേസ് വരുന്നത് 8, 9, 10, 7 ക്ലാസ്സുകളിലാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? അപ്പം എക്സാമിനേഷന് മാർക്ക് മാത്രം മതിയോ? അപ്പൊ മിസ് പറഞ്ഞു PSCയുടെ കാര്യം. PSCയിൽ ഇപ്പൊ കാരണം പഠിക്കാൻ പോകുന്ന കുട്ടികളോട് പറയുന്നത് എന്താ പറയുക, 8, 9, 10 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ, സയൻസ് പറയുന്നുണ്ട്. അപ്പം ഇതാണ് ആദ്യം പറയുന്നത്. അത് നമ്മൾ കേരള PSC ഇതല്ലാതെ നീറ്റ് ഉണ്ട്, JEE ഉണ്ട്, കീം ഉണ്ട്, UPSC ഉണ്ട്. ഇതിന്റെയൊക്കെ ബേസ് വരുന്നത് നമ്മുടെ ഇപ്പൊ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ്. അപ്പൊ അത് പക്ക പഠിച്ചില്ലെങ്കിൽ മാർക്കല്ല പോകുന്നത്, നിങ്ങളുടെ ലൈഫും കരിയറും ആയിരിക്കും. അപ്പൊ അത് പഠിപ്പിക്കാൻ പ്രാപ്തരായ അത്രയും ആപ്റ്റായ ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി നേരെ ഇങ്ങോട്ട് പോരാ. അപ്പോൾ ഏഗന്റെ എയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എക്സാമിന് നല്ല മാർക്ക് നേടിത്തരിക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഒരു കരിയർ അല്ലെ, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനും കൂടിയാണ് ഏഗൻ ശരിക്കും എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതെല്ലാം മാറ്റിവെച്ച ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റീവ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു മുന്നേറാവുന്നതേ ഉള്ളൂ കേട്ടോ. സാറും കുഞ്ഞനിയന്മാരും അനിയത്തിമാരെ കാണാൻ വന്നാൽ കണ്ടാൽ മതി. ഓക്കെ, ഞങ്ങൾ അനിയന്മാരും അനിയത്തിമാരോട് ഞങ്ങളുടെ വീട്ടിൽ പറയുന്ന പോലെ, നാട്ടിൽ പറയുന്ന പോലെ, ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ പറഞ്ഞതാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാത്തും റെഡി ആയിട്ടുണ്ട് കൂടെ. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് പോരാ, സ്നേഹത്തോടെ ഞാനും ലക്ഷ്മീസും പോകും. ടാറ്റാ, ബൈ.